അപ്പോൾ നമസ്കാരം, ആർക്കിനാസ്റ്റിക്കാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ തംബ്നെയിലിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കിച്ചൺ ക്യാബിനറ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മുന്നേ നമ്മുടെ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്യുന്ന മനോജുണ്ട്, അതെ, നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു സപ്പോർട്ട് നമുക്ക് വ്യൂവേഴ്സിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 2 ടൈപ്പ് ഇത് പറയണുണ്ട് കാര്യങ്ങൾ. നമ്മൾ അവസാന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്യേണ്ട വർക്ക് സെപ്പറേറ്റ് അല്ലേ, കിച്ചൺ ക്യാബിനറ്റ് സെപ്പറേറ്റ്, വാർഡ്രോബ്സ്, അങ്ങനെ വെറൈറ്റി ചേട്ടാ ഏതൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം വീഡിയോസ് എടുക്കാന്നുള്ള നമ്മുടെ ചാനലിൽ എത്തിക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു കിച്ചൺ വർക്ക് അവർ തന്നെ ചെയ്തതായിട്ടൊരു കിച്ചൺ വർക്ക് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് സംഭവം വേറെ ഒന്നുമില്ല, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇവിടെ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരിക്കും. അതെ, സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ മനോജ് ചേട്ടാ, നമുക്ക് നേരത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, നമുക്ക് ഈ ഒരു വർക്കിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാനാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്തത്? ഇതിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് HPL PVC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. 10 ഇയർ വാറണ്ടി ഉള്ളതാണ്. ഇതിപ്പോൾ ഒരു പ്ലെയിൻ ഒരു റൂം പോലെ നമുക്ക് കിട്ടിയതാണ്. അതിനകത്ത് സ്ലാബ് ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ട് കിടന്ന സ്ഥലമാണ്. അതിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു ബോക്സ് പോലെ ആക്കി ഫുൾ വർക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരാഴ്ചക്ക് കൊണ്ട് തീർത്തു കൊടുത്ത ഒരു സൈറ്റാണ്, ഒരാഴ്ചക്കകത്ത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റിങ്ങിന് ഒരു 2 ദിവസത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. 2 ദിവസത്തിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റി. പിന്നെ വർക്കായാലും ഒരു 4 ദിവസം 5 ദിവസം ആ ഒരു ടൈം, എന്തായാലും ഒരാഴ്ചക്കകത്ത് ചെയ്ത് കൊടുത്തൊരു കിച്ചണാണ്. നമ്മൾ അന്ന് ആ വീഡിയോയിൽ സംസാരിച്ചതുപോലെ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം നിങ്ങൾ ഗോഡൗണിൽ വെച്ചിട്ടല്ലേ മേക്ക് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഫിറ്റിംഗ് മാത്രമാണോ? ഇവിടെ ഫിറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു നമുക്ക് വലിയ ഡീറ്റെയിൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ചേട്ടാ, ഇതെന്തോ വുഡാണ്, ഒരു വുഡ് ഫിനിഷ്? ഇത് വുഡ് ഫിനിഷിങ്ങും പിന്നെ ടെയിലിന്റെ ആ ഒരു ഗ്രാനൈറ്റിന്റെ ഒരു ഫിനിഷിങ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്തതാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ കസ്റ്റമർ ഇഷ്ടത്തിന് ചെയ്തതാണ്. നിങ്ങളിൽ ഇങ്ങനെ ഇതുണ്ടാവോ, കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവോ, ഡിസൈനോ എന്തെങ്കിലുമൊക്കെ? ഇതിപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിച്ചിട്ടാണ് ഈ വർക്ക് അന്ന് പറഞ്ഞ 3D സംഭവം ചെയ്തിട്ടല്ലേ, ആ 2D ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇതിൽ കാണുമ്പോഴേ ഇത് ഫുള്ള് വേക്കൻ്റ് ആയിട്ട് കിടന്ന ഒരു റൂമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുൾ ഫിറ്റിങ്സ് ആണ് വന്നേക്കുന്നത്. അതെ, ഈ ഷെയ്ഡ് പോലും നമ്മുടെ ഫാബ്രിക് ഇതിൽ വന്നിട്ടുള്ളതാണ്, അലുമിനിയത്തിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന റൂമിൽ നമുക്ക് ഇത്രയും ഭംഗിയാക്കി എടുക്കാൻ പറ്റും അല്ലേ? അതെ, നമുക്ക് എങ്ങനെ വേണോ ചെയ്യാം. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ലോഫ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. വേറൊരു പല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് എത്ര വെയിറ്റ് വരെ കൊടുക്കാൻ പറ്റും? എന്ത് വളയ അങ്ങനെ എന്തെങ്കിലും ചെയ്യും? വളയൊന്നുമില്ല, ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും. ഇതിപ്പോൾ 10 ഇയർ ആണ് ഷീറ്റ്. അല്ല, ഇത് സംഭവം കസ്റ്റമർ ഇഷ്ടത്തിന് ഏത് മോഡലെന്ന് വെച്ചാൽ അത് എടുത്തതാണ്. അല്ല, ഇത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തത്, നമ്മളെ ഇതിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതെ, കസ്റ്റമർ പറയുന്നത് ഇതിപ്പോൾ 60ന്റെ ചിമ്മിനിയാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡ്രോയർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വന്നിട്ട് SS ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഇവിടെ വന്നിട്ട് ഇത് പ്ലേറ്റ്, ഇത് പ്ലെയിന്, ഇത് കട്ട്ലറി, ഇങ്ങനത്തെ 3 ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് പ്ലെയിനാണ്, ഇവിടെ പ്ലേറ്റിൻ്റെ ഇങ്ങനെ ഗ്യാസ് സ്റ്റോറേജ് ആണോ? ഇത് നമ്മൾ ഗ്യാസിന്റെ സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, 3 സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഫിഞ്ചസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിൽ വന്നിട്ട് ഓട്ടോ ക്ലോസ് ഫിഞ്ചസ് ആണ് വരുന്നത്. ഇത് വന്നിട്ട് എപ്കോയുടെ കമ്പനിയുടെ ആണ്. എപ്കോയുടെ. ഇത് തുരുമ്പെടുക്കുകയൊന്നുമില്ല? ഇല്ല, ഓട്. ഓക്കെ. ചേട്ടാ, നമുക്കിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഷെൽഫ് കാണുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്തതാണോ? ഗ്ലാസ് ഉൾപ്പെടെ ചെയ്തത്?
അത് നമ്മളിപ്പോൾ കസ്റ്റമറോട് ചോദിക്കുക എവിടെ നമുക്ക് ഇങ്ങനെ വേണ്ട ഗ്ലാസ് വേണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം സ്പോട്ട് ലൈറ്റ് എല്ലാം നമ്മൾ തന്നെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയൊക്കെ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ എഞ്ചിനീയർ വർക്ക് പോലെ ഫുൾ ആദ്യം ഡിസൈൻ ചെയ്ത് നിങ്ങൾ കസ്റ്റമറിനെ കാണിക്കും. അതെ, അവർക്ക് എന്താണ് ആവശ്യം അത് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ നമുക്ക് ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ഫ്രണ്ടിൽ ഒരു വ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ കേട്ടോ, ഇതെന്താണ് സംഭവം, ഇതെന്തോ മെറ്റീരിയലാണ്? ഇത് വന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ കിച്ചണിൽ വന്നിട്ട് ഇത് WPC എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്. ഈ ഷീറ്റ് വന്നിട്ട് ഇതിൽ പല കളർ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇത് വുഡാണ് നമ്മളിപ്പം കസ്റ്റമർ സെലക്ട് ചെയ്ത്, അപ്പോൾ നമ്മളിത് വുഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അകത്ത് കൊടുക്കുന്ന ഒരു തീമിൻ്റെ ബേസിലല്ലേ? അതെ, ഇതിപ്പോൾ WPCയുടെ തന്നെ പല കളറുണ്ട്. ഏകദേശം ഒരുപാട് കളർ കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ സ്പോട്ട് ലൈറ്റ് ഇൻക്ലൂഡ് ആണ് അല്ലേ? അത് നമ്മളിപ്പോൾ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് അലുമിനിയം ഫ്രെയിമാണ്. ഈ ഫ്രെയിമിനകത്ത് തന്നെ നമ്മളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള ഡിസൈനല്ലേ വന്നേക്കുന്നത്, നമുക്ക് വേറെ ഡിസൈനും ഉണ്ട് നമ്മുടെ കയ്യിൽ? അല്ല, ഇതിപ്പോൾ ഓൾറെഡി ഇങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത്. തിരിച്ചു വേണമെങ്കിൽ നമുക്ക് അടിക്കാം. ആ ഒരു മെറ്റീരിയൽ മൊത്തത്തിൽ ഇങ്ങനെയാണ് വരുന്നത്, കാരണം ഇതേപോലെ ലൈനുള്ള ടൈപ്പ് ആയിരിക്കും വരുന്നത്. ഓ ശരി. വൈറ്റ് തീമിനോട് വരുമ്പോഴത്തേക്ക് വുഡ് ഭയങ്കര കുറച്ച് ലുക്ക് ആയിരിക്കും, കാരണം ലൈറ്റും കൂടെ ഒക്കെ വരുമ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇപ്പം കിച്ചൺ കബോർഡ് ആയാലും വേറെ മറ്റു കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അനുഗ്രഹ അലൂമിനിയം ഇന്റീരിയേഴ്സ് അവർ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം നമ്മൾ ഇത് വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കുന്നുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല, കിച്ചൺ ക്യാബിനറ്റ് മാത്രമല്ല, അത് വാർഡ്രോബ്സും മറ്റ് കുറേ വർക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ പുറകെ അതിൻ്റെ വീഡിയോസ് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി. മെയിൻലി ഇത് ബേസിക്കലി നമുക്കിത് വരുന്ന ട്രിവാൻഡ്രത്താണ്. അതെ, നമ്മൾ ഇവരുടെ തന്നെ ഷോപ്പ് നമ്മൾ വിസിറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അവർ ചെയ്തിട്ടുള്ള മറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ടാവും, എല്ലാവരും കയറി കാണണം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കുക. നേരത്തെ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യാവുന്നതാണ്.